പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനം. കൃപാസനം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ നിന്നാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത്. ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് വരെ മുടങ്ങാതെ 10,000 പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ഈ ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇപ്പോൾ നിയോഗം പറയും. ഇന്നത്തെ നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം. ഓരോ ദിവസവും ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത്, പ്രഭാതത്തിൽ കിട്ടുന്നത് എന്തൊരു സന്തോഷമാണ്. നമ്മുടെ ഈ കാലം ഒരു കെട്ടകാലമാണെന്ന് വേണേൽ പറയാം. കാരണം ദൈവത്തിന് മറന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും പാപികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം രൂപത്തിൽ കൂടിയാണ് വരുന്നത്. വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്നൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയിൽ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അവരെല്ലാ അച്ഛനും ഓർത്ത് കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശുദ്ധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോലെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം നിങ്ങൾ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് പ്രോഗ്രാം കാണാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ കൊണ്ടുപോയി അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട്. അതുപോലെ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റേണ്ടില്ല എന്ന് വേദനിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോൺ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം. കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവ് നിൻ്റെ കുരിശിൻ്റെ മരണം
ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങയുടെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം. വചനത്താൽ നിറക്കണം, പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം, ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പരിശുദ്ധ അമ്മ കന്യാസ മറിയത്തിൻ്റെ മാധ്യസ്ഥ നിങ്ങളെ ആശീർവദിക്കുന്നു. തിരുക്കൃപത്തെ മാധ്യസ്ഥ വിശ്വാസ പിതാവിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിൽ നിങ്ങൾക്ക് കർത്താവ് തണൽ വിരിക്കട്ടെ. നിങ്ങളുടെ രാത്രികളിൽ ദീപസ്തംഭമായി കർത്താവ് നിങ്ങൾക്ക് വെളിച്ചം പകരട്ടെ. കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട്, ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട്, ചിലർക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്, സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട്, ഒരു വീട്, ഒരു വിവാഹം, അതുപോലെ തന്നെ ഒരു കുഞ്ഞ്, അതുപോലെ ഒരു സമാധാനമായ ജീവിതം, ഒരു ജീവിത പങ്കാളി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവ് കണ്ണുനീരോടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ നിൻ്റെ അവകാശവും ഓഹരിമായ തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റ് ഹോണറിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തു നാമത്തിൽ ബഹുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ അവനെല്ലാം നീ ആശീർവദിക്കണം. അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം. മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുദിന അനുഭവങ്ങളാൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണം. കർത്താവ് എല്ലാ ജനതകളെ അതിശയിപ്പിക്കുന്ന അനുഗ്രഹത്താൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് ഏത് കുരിശിൻ്റെ ചുവട്ടിൽ പുലക്കൂസാതെ നിന്ന അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധിയുടെ മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാം അമ്മ നിറഞ്ഞു നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസന അൾത്താറെ നടന്ന 10,000 ആരാധശക്തിയാൽ എൻ്റെ ദൈവപൈതലെ ഇന്ന് ജനുവരി 18-ാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അമ്മമാതാവിൻ്റെ ദിവസം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. ഹൃദയത്തിൽ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ. Lord, infuse your spirit of power and grace. Thank you, Jesus. Okay, let us come to the point. നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കും. കുന്തളിപ്പ് മോശം വാക്കൊന്നുമല്ല, അത്ര മോശം വാക്കല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത്. എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടതിനെ കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ 3:22 വായിച്ച് 22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതെന്താണ് ഒരു പ്രശ്നം എന്നറിയാമോ? അതായത് കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്. അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ്. നമുക്കൊരു മടുപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം, ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും, അല്ലേ? നമ്മൾ ചോറുണ്ടായാലും മടുക്കും, ഒരു ഡ്രസ്സ് ഇട്ടാൽ മടുക്കും, അല്ല, എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും, ഊരിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും. അപ്പോൾ ഈ ലോകത്തെ എല്ലാം മടുക്കാത്ത ഒന്ന് എന്താണ്? അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും. അത് കൂടിപ്പോയാൽ അത് മടുക്കും.
പക്ഷെ കൃപ മടുക്കത്തില്ല. അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും, പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരു അടയാളം വേണ്ടി, അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം. ഞാൻ ആൾക്കാരോട് പറയുവേ, നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. ഉടമ്പടി വെച്ചിരിക്കുന്നത് വിഷയമല്ല വിഷയം, ഉടമ്പടിയാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ട് നടക്കണ ഉടമ്പടിയാണ് വിഷയം, അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അതാണ് വിഷയം. അത് വിശ്വസ്ത പാലിച്ചു പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം 10 ഇരട്ടി വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ്. ഒന്നിനും കൂസത്തില്ല, ഒന്നും മടുക്കത്തില്ല. എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്നുള്ള എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്നറിയാമോ? എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയും. ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് ഉള്ളിൽ നിന്ന്, ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ദൈവം നോക്കണുണ്ട്, ദൈവം നോക്കിക്കൊള്ളുമെന്ന് നമ്മൾ അങ്ങനെ 200% കലോറിൽ അങ്ങോട്ട് വിശ്വസിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തെ നോക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. അതൊക്കെ ദൈവം നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ അത്രയും സ്നേഹമുണ്ട്, ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിനെ നോക്കാതെ എവിടെ പോകാനാണ്? ആ ഉറപ്പവർക്കുണ്ട്. എന്നിട്ട് പറഞ്ഞില്ലേ, അവനും സംഭവിച്ചിട്ടില്ല, ഞാൻ അവന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. അവനൊന്നും സംഭവിക്കത്തില്ല, വണ്ടി ഇടിച്ചിട്ടാണേ കേസ്. അത് കേൾക്കുക, ആ വാർത്തയ്ക്ക് പറയണേ അവന് എൻ്റെ ആങ്ങളല്ലേ, അവനും സംഭവിക്കുന്നത്, അവന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത്. അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. ദൈവസ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നതും ഒരു അത്ഭുതമാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ്? ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അങ്ങനെ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിൻ്റെ ബുദ്ധി, ശക്തി, മനസ്സ്, ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത്ത് കരുത്താൽ ആശീർവദിക്കപ്പെടട്ടെ. ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ. Lord, increase the spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തുവിന് നൽകുവാൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, കൃപയ്ക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവെ, അങ്ങയുടെ അവകാശം ഓഖരുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും എൻ്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നിലക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡ് ആണോ എന്ന് അറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലത് വശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പൊ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട ഹല്ലേലൂയ. എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. തല കണ്ടമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക്, വലത് ചെവിക്ക്
എന്ത് കുത്തിത്തിരിച്ച പോലെ, മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവിപ്പറ്റി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ, പ്രീസെപ്റ്റുകളെ കാണിക്കുന്നുണ്ട്. ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളുള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, നന്ദി, ആരാധന. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, ശിസ്റ്റുള്ളവരെ, മുത്താശയത്തിൽ കല്ലുള്ളവരെ, പിസിരിക്കാരെ, അതുപോലെ ആർഎസ്എസ് രോഗികളെ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ സ്ഥിരത്തിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. അതായത് മധ്യസ്ഥ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് സത്യവെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവ്, എല്ലാ മക്കളുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. 40 വർഷം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാർഗ രോഗങ്ങൾ തീരെ വേദിക ജീവ ദുരിതങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൂക്ഷിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഡിക്സ് അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ട് ലേഡികളെ. അവിടെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടുവിന് വേദനയുള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡ് അസുഖമുള്ളവരെ പിൻകരുത്ത് കൈവച്ചോട് ശ്രദ്ധിക്കട്ടെ. സ്പൈനൽ കോഡ് അസുഖമുള്ളവരെ പിൻകരുത്ത് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ പിൻകരുത്ത് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേന്നിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികള്, സ്ഥലം വിൽക്കാത്തവര്, വിൽക്കാൻ പറ്റാതിരിക്കുന്നവര്, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, പ്രഗ്നൻസിയിലെ തകരാറുള്ളവര്, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവര്, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവരെ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവരെ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകളിൽ വരയുന്നവരെ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിലെ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികള്, പൊറുക്കാത്ത വ്രണങ്ങള്, പല പക്ഷം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് മുഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്, സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലക്കന്മാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മഴ തടസ്സങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കൈകൾ കുപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് മാത്രം. അതായത് സിമ്പിൾ ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ. നമ്മുടെ ഒരു വിഷയത്തിലേക്ക്, ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ. അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷെ വലിയ സാക്ഷ്യമാണത് കേൾക്കുമ്പോൾ. അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ്. വരുമാനമാർഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും. അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും, ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് സുവിശേഷ വിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി, അവർക്ക് മാത്രമല്ല അവർ നേടിയെടുത്ത അതേ അനുഗ്രഹം നിങ്ങൾക്കും നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത്, വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. നിങ്ങളും ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും. ചിലവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും? അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ്, ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അപ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ഇപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ് എന്നവർക്ക് പറയാം. കാര്യം അവർ യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത്. കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും
ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും. എഡ്യൂക്കേഷന് അങ്ങനെ ഗുണമുണ്ട് ദോഷമുണ്ട്. എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ലെവലിൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ, ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും. എന്തിൻ്റെ? വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട്. ഇപ്പോൾ എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും, ഒരു വില്ലനും ഉണ്ടാവും. അപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത് പലപ്പോഴും വിശ്വാസമായിരിക്കും. അതിൻ്റെ വില്ലനായിട്ട് വരുന്നത് ആരായിരിക്കും? യുക്തിയായിരിക്കും. ഇനി യുക്തിയെ നമ്മളെങ്ങനെയായിട്ട് മലത്തിയടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത്. കാര്യം ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കത്തില്ല. സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സഹസഞ്ചാരമാണ്, യുക്തിയും വിശ്വാസം ഒരുമിച്ചാണ് പോണത്. പക്ഷെ ചില മേഖലയിൽ വന്നു കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല. യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ എന്ന് എൻ്റെ അർത്ഥം. യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും. വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക്. പക്ഷേ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാ വിഷയം. യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ചില വിഷയങ്ങൾ യുക്തിയാതീതമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സാക്ഷ്യത്തിലൊരു മായയുണ്ട്, ഒരു സുശീലയുണ്ട്. നാട്ടുകാരാണ്, ചെറുതക്കാരാണ് ഇവർ. ഇപ്പോൾ സുശീലയുടെ മകളാണ് ഈ മായ. മായയെ ഒരു അവളുടെ ഏജൻസി പറ്റിച്ചതാണ് പ്രശ്നം. ഈ കേസ് സ്റ്റഡി പോണത് ഇങ്ങനെയാണ്, ആ സാക്ഷ്യം പോണത് ഇങ്ങനെയാണ്. മായയെ ഏജൻസി 5 ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല. ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി. ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത്. അവരാണെങ്കിൽ അത് കാരണം എന്ത് പറ്റുമെന്ന്, ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോകും. ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം പകുതിയോടും ഈ വിസ തന്ന ആൾ അവർക്ക് പൈസ കിട്ടിയില്ലല്ലോ. ഏജൻസിക്ക് പൈസ കിട്ടി, ഏജൻസി മുങ്ങിയല്ലോ. അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാത്ത കാരണം ഇവരെ വെച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു. അത് പക്ഷേ ഏജൻറ്റ് കഫീലിന് കൊടുത്തില്ല. അതാണ് പ്രശ്നം. വിസ ഡോണറിന് കൊടുത്തില്ല. ജീവിതം നരകതുല്യമായിപ്പോയി. എന്താ? ജോലിയേ ഇല്ല. ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫീൽ പോകും. പിന്നെ ഇവർ തമ്മിൽ അവസാനം ഇത് പറഞ്ഞ് തർക്കമായി, വഴക്കായി, സങ്കടമായി, നിലവിളിയായി. പണി ചെയ്തിട്ട് കാര്യമില്ല, നാട്ടിൽ പൈസ അയക്കാൻ പറ്റണില്ല, ചിലവിന് പൈസ തികയുന്നില്ല. അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ എന്തുമാത്രമാണെന്നറിയോ? അവരെല്ലാവരും, നിങ്ങൾ ഓർക്കരുത് നിങ്ങൾ അവർ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് അതായത് ഒരു 60% പേര് ഇവിടെ കേരളത്തിൽ ജീവിച്ചതിനേക്കാൾ മോശമായിട്ട് അവിടെ ജീവിക്കണം. അവിടെ ചെന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ 3 ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും. 5 മണി വെളുപ്പിന് 5 മണിക്ക് തന്നെ ആൾക്കാർ വരും. ഞാൻ 2 മണി വരെ കാണും. അപ്പോൾ ഞാൻ തളർന്നു പോകും. കാര്യം ധ്യാനമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ധ്യാനം തുടങ്ങിയാൽ 10 മണിക്കാണ് തീരണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കാരണം നിങ്ങൾ അങ്ങനെയുള്ള സങ്കടത്തിൽപ്പെട്ട് കിടക്കുന്ന എല്ലാവരും ഒന്ന് ഓർത്ത് ഒന്ന് ശക്തമായി ദൈവതിരുസന്നിധി ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി മക്കളുടെ വിഷയങ്ങളിലെല്ലാം വേഗം ഇടപെട്ട് ഓടി വന്ന് ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാൻ മക്കൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോൾ ഇവൾക്ക് ഈ മായയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാൽ പോയിരിക്കണത്. അതിൻ്റെ പലിശ കടക്കാരുടെ അലട്ടൽ, അവൾക്കാണെങ്കിൽ പൈസ കിട്ടുന്ന ചെറിയ ശമ്പളത്തിൻ്റെ പകുതിയും കൊണ്ട് കപ്പിയിൽ പോകും. ഭക്ഷണം കഴിക്കണം, പിന്നെ കൂടാതെ അവർക്ക് വാടക കൊടുക്കണം. അങ്ങനെ പല പ്രശ്നങ്ങൾ. എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ്. പല പ്രശ്നങ്ങളാണ് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും, അമ്മയുടെ അനിയത്തിയോടും പറയും. ആദ്യമൊക്കെ പറയത്തില്ല, പിന്നെ നിവർത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ. പക്ഷെ അവരെന്ത് ചെയ്യാനാണ്? നാട്ടിൽ നിൽക്കണം, അവരെന്ത് ചെയ്യാനാണ്? പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ കാര്യം?
ഒന്ന് അവർക്ക് ഉടമ്പടി ചെയ്യാം. അതാണ് സംഭവം. ചിലർ എന്നോട് പറയും, ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കുറിച്ച് അവർ പറഞ്ഞ വിമർശനം, ചിലർ പറഞ്ഞത് അച്ഛൻ ഈ ജീവിത പ്രസംഗമാണ് എപ്പോഴും പറയണത്, മാതാവിനെ കുറിച്ചേ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മാതാവാണ് ജീവിത പ്രശ്നം എടുക്കണത്. അവർക്ക് വീഞ്ഞില്ല, ജോലിയില്ല, വീടില്ല, വിവാഹം നടക്കണില്ല, രോഗമാണ്, ഇതൊക്കെ ഈശോടുത്ത് പറയണത് ആരാണ്? മാതാവല്ലേ. പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ? ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അഫ്ലുവൻ്റായിട്ട് ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ, ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും, അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണത്. ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുണ്ട്, അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല. ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം, ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട്. ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അവിടെ ഞങ്ങളെ വിളിച്ചവരെ, ഞാനും ഇപ്പോൾ ഒരു ഷോജു എന്ന് പറഞ്ഞൊരു ഷോജു, പിന്നെ ഒരു വത്സല, ഇവരാണ് അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ്. അപ്പോൾ ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ, സ്ഥിതി എന്താണ്, ധ്യാനത്തിൻ്റെ സ്ഥിതി, ഇത് ധ്യാനം നന്നായിട്ട് വേണം പോകുന്നത്, അതോ ധ്യാനത്തിൻ്റെ അകത്ത് വല്ലതും കറക്ഷൻ ഉണ്ടോ, കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അപ്പോൾ മാത്രമല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗത്യമുള്ളവർ, ഈ ദൗത്യമുള്ളവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ, ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം കൃപ, അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാവും, പിന്നെ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും. അതുകൊണ്ടാണ് ഈ പൗരസപ്പോൾ ഇപ്പോൾ ഒന്ന് കൊറിന്തോസ് 15 എടുത്തേ, മോനെ 15:10 എടുത്തേ. 1 കൊറിന്തോസ് 15:10. 1 കൊറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവർക്കാണ് കൃപയുള്ളത്. അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്തിക്കാൻ കാര്യം ഇതിൻ്റെ അകത്ത് അധ്വാനമുണ്ട്. അല്ലാതെ പ്രാർത്ഥന മാത്രം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിൻ്റെ അധ്വാനം മാത്രം ഉണ്ടായി. കർണക്കൊന്ത 33 പ്രാവശ്യം ഇല്ലേ, വിശ്വാസ പ്രമാണം 45 പ്രാവശ്യം, ചുണ്ടിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല. ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണമല്ല, കൈയും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ. അപ്പോൾ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത്. അതാണ് 1 കൊറിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോഴേ അധ്വാനിച്ചത് എന്താണ്? എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല, പിന്നെന്താണ്? എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. അതാണ് 2 കൊറിന്തോസ് 12:9. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കാര്യം. 2 കൊറിന്തോസ് 12:9 പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല. കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടമെന്ന് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണതെല്ലാം എന്താണ്? ഗ്രേസാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ, അതാണ് അധ്വാനം. ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ്.
ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത്. അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അയ്യോ ഞാനങ്ങും പറയത്തില്ല, ഞാനങ്ങനെ പറയും. ആൾക്കാർ വഴക്കിട്ട് ആൾക്കാർ അപ്പോൾ ആൾക്കാരെ പേടിക്കുവർ. അതായത് ദൈവകൃപ ഇല്ല എന്നുണ്ടെങ്കിൽ കൃപാസനം പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരെന്ത് പറയും? അയ്യോ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അതുകൊണ്ട് അവർ ന്യൂട്രലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വല്ല കുമ്പസാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലാണ് കൊണ്ടുപോയി വെച്ചിട്ട് മാറിക്കളയും. അത് കൃപയില്ലാഞ്ഞിട്ടാണ്. അവർ കൃപയില്ല, കാര്യം അധ്വാനിക്കാൻ പറ്റണില്ല അവർക്ക്. ഇപ്പോൾ ചില പറഞ്ഞാൽ ഞാൻ ഓർഫനേജിൽ പോയി, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി, ഒരു ദിവസം അവരുടെ കൂടെ താമസിച്ചു. അവിടെ പഴയ മുഷിഞ്ഞ ഉടുപ്പെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു. അവർക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് അധ്വാനമാണ്, കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ്. അതെന്തുകൊണ്ടാണ്? അത് കൃപയാണ്. അതാ ഒന്ന് 15 ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കൈ കൊടുത്ത് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, ദൈവകൃപ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ എന്നിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ.